ആവർത്തിച്ച് നുണ പറഞ്ഞ് കേരളീയരെ പറ്റിക്കുന്ന സർക്കാരായി UDF സർക്കാർ മാറിയെന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സുമംഗല. സാമൂഹിക പെൻഷൻ UDF സർക്കാർ അട്ടിമറിച്ചതായി ആരോപിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സുമംഗല ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ കൊട്ടിഘോഷിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ പറ്റിക്കലായിരുന്നു. 25 ലക്ഷം രൂപയുടെ കുടുംബ ഇൻഷുറൻസും 3000 രൂപ ക്ഷേമ പെൻഷനും ആഗ്രഹിച്ച് UDFന് വോട്ട് ചെയ്തവർ പറ്റിക്കപ്പെട്ടു. പിണറായി വിജയൻ ഹെലികോപ്റ്റർ യാത്ര നടത്തിയപ്പോൾ പരിഹസിച്ച VD സതീശൻ ഇന്ന് യാത്ര ചെയ്യുന്നത് അതേ ഹെലികോപ്റ്ററിലാണ്. VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയിലും ദുരൂഹതയുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിൽ നടക്കില്ലെന്നും സുമംഗല പറഞ്ഞു. രാജ്യസഭയിൽ ഉന്നയിച്ചു. എന്താണ് ഉന്നയിച്ചത്? ഇങ്ങനെ PM-ശ്രീ ഒപ്പിട്ടിട്ടുണ്ടോ? അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്ന് അവരുടെ MP തന്നെ JB മേത്തർ അവർ ചോദിച്ചു. അവിടെ ചോദിച്ചപ്പോ അവിടുത്തെ വിദ്യാഭ്യാസ സഹമന്ത്രി, കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു ഒപ്പും ഇല്ല. അങ്ങനെ PM-ശ്രീയുമായിട്ട് LDF ഒരു കരാറും ഇവിടെ ഏർപ്പെട്ടിട്ടില്ല എന്ന അത് പറഞ്ഞതോടുകൂടി അവരുടെ നുണക്കൊട്ടാരം അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്ന നുണക്കൊട്ടാരം പൊളിഞ്ഞു. നമുക്കറിയാം ഓരോ ദിവസവും നുണകളുടെ കുമ്പാരമാണ് അല്ലേ? ഹെലികോപ്റ്റർ വിവാദത്തിൽ എന്താ പറഞ്ഞത്? ഈ ഹെലികോപ്റ്റർ നമ്മുടെ ഭരണകാര്യങ്ങൾക്കായി നമ്മുടെ പഴയ ഗവൺമെന്റ് LDF ഗവൺമെന്റ് നിലവിലെടുക്കുമ്പോൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ ഈ അന്ന് പ്രതിപക്ഷത്തിരുന്ന VD സതീശൻ ഇതിനെ നഖശിഖാന്തം എതിർത്തു. ഇത് വെറുതെ ഉപയോഗിക്കാനാണ്, ഇത് വെറുതെ സാമ്പത്തിക ചെലവ് കൂട്ടാനാണ് എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം പറഞ്ഞത് ഇപ്പോ ഹെലികോപ്റ്റർ അദ്ദേഹം പോയത് വാർത്തയായപ്പോ എന്താ ഉണ്ടായത്? ആ വാർത്ത ഞങ്ങൾ ആദ്യം പറഞ്ഞ അമ്മായിയച്ഛനെ കാണാനാണെന്ന് പോകുന്ന രീതിയിലാണ് നമ്മളൊക്കെ വാർത്ത കണ്ടത്. അല്ല, എറണാകുളത്തെ നിക്ഷേപ സംരംഭകർക്ക് സമയം കൊടുത്ത സമയത്ത് എത്താൻ കഴിയാത്തതുകൊണ്ടാണ് പിന്നീട് അത് വീണ്ടും വാദം പൊളിയാണ്. ജില്ലാ കമ്മിറ്റി അംഗം A. കുമാരി അധ്യക്ഷത വഹിച്ചു. K. പ്രേമ, ഷബ്ന, ഷാഹിദ, പത്മാവതി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.